SDPI CPM ധാരണ മുഖ്യമന്ത്രി ഇരട്ടത്താപ്പ് നിലപാടാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്, നിങ്ങൾ SDP-ക്കാരോട് പോയി ചോദിക്കൂ, ഞങ്ങൾക്ക് വോട്ട് അവർ തരാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് SDP-ക്കാരോട് പോയി ചോദിക്കാനാണ് പറഞ്ഞത്. SDP-യുടെ നേതാവ് ഇന്ന് പറയുന്നു, ഞങ്ങളോട് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് നൽകുന്നത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകനുമായ ഈ മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ തനിക്ക് SDP-യുടെ വോട്ട് വേണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് SDP നേതാവ് പറയുന്നു. ശിവൻകുട്ടി എനിക്ക് ആര് വോട്ട് തന്നാലും അത് വാങ്ങും എന്ന നിലപാടാണ് ശിവൻകുട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിലെ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുക. മുഖ്യമന്ത്രിയും SDP-യും ചേർന്ന് ഉണ്ടാക്കിയ ധാരണ എന്താണ്, ആ ധാരണ പുറത്തുവിടാൻ തയ്യാറാക്കണം. ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്കായിരിക്കും ആഭ്യന്തരം എന്ന് പറഞ്ഞ, അത്രയും അപകടകാരിയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ആ അപകടകാരിയായ ജമാഅത്ത് ഇസ്ലാമിയും SDP-യും തമ്മിൽ എന്താണ് വ്യത്യാസം? ആശയപരമായ വ്യത്യാസമുണ്ടോ? മതാധിഷ്ഠിതമായ രാഷ്ട്രം വേണമെന്ന നിലപാടിൽ വ്യത്യാസമുണ്ടോ? തീവ്രവാദ നിലപാടുകളിൽ വ്യത്യാസമുണ്ടോ? ഏത് തരത്തിലാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കണം.